ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിവിടെ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂള എന്ന് പറയും. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇവിടെ പലവക, കാവാട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ചേർത്തിട്ടുള്ളത്. ബീഫിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. പലവകയും കപ്പ രണ്ട് പാർട്ടാക്കിയിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ പലവക എടുത്തിട്ട് കുക്കറിലിടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് ചേർക്കാനും മറന്നുപോയി. പലവകയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കപ്പയിലേക്ക് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലവകൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് നോക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത കപ്പയിലേക്ക് പലവകയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.